ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന ചടങ്ങിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ചുമതലകൾ നിർവഹിക്കുന്ന ചെയർമാൻമാരടക്കമുള്ളവരും പങ്കെടുത്തുകൊണ്ട് ഈ പത്രസമ്മേളനം നടക്കുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിൻ്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു. മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുകയാണ് ഈ ചടങ്ങിന്. ഒക്ടോബർ 4 ശനിയാഴ്ച നാളെ വൈകുന്നേരം 4:30 മണി മുതലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി ആരംഭിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് രാഗം മോഹനം എന്ന നാമധേയത്തിലുള്ള കലാസന്ധിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. 10,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-കല്ലാതെ പങ്കെടുക്കാൻ കഴിയും. എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ്. എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയണം. എത്തിച്ചേരുന്നവർക്കെല്ലാം ആവശ്യമായ സംവിധാനം സംഘാടക സമിതി എന്നതിന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകമായി നമ്മൾ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷണക്കത്തും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ കേരളത്തിലെ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെല്ലാം പലരും അതിഥികളായി എത്തുന്നുണ്ട്. വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന് വേണ്ടിയുള്ള നല്ല പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇന്ന് അന്തിമമായ നടത്തിപ്പ് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ട് ആണ് ഞങ്ങൾ എത്തിയത്. അതിൽ കൃത്യമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും സുരക്ഷിതമായി ഈ സമ്മേളനം ഈ പരിപാടി കാണുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷനാവും ഈ ചടങ്ങിൽ. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, MP-മാരായ ശ്രീ ശശി തരൂർ, ശ്രീ അടൂർ പ്രകാശ്, ശ്രീ A റഹീം, ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ ആന്റണി രാജു MLA, മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ D സുരേഷ് കുമാർ, സാംസ്കാരിക വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജനൻ ഗോബ്രഗഡെ IAS, സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ IAS, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ, സംസ്ഥാന ചലച്ചിത്ര പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ K മധുപാൽ, മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ശ്രീ പ്രിയദർശൻ, സെക്രട്ടറി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ശ്രീ C അജോയ് എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ശ്രീ K മധു നന്ദി രേഖപ്പെടുത്തും. ഇതിൽ വിശിഷ്ട അതിഥികളായി ചില ആളുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക്
അഭിമാനമായ നേട്ടങ്ങൾ ചെയ്തു കൊടുത്ത ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീ ജോഷി, ശ്രീമതി രഞ്ജിനി, ശ്രീമതി അംബിക തുടങ്ങിയവരെ നമ്മൾ വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് നടക്കുന്ന മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം ശ്രീ ടി കെ രാജീവ് കുമാറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മോഹൻലാലിൻ്റെ നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ തിരനോട്ടം അവതരിപ്പിക്കും. കലാമണ്ഡലം വിനോദിൻ്റെ ആലാപനത്തിന് കലാമണ്ഡലം പ്രശാന്ത് മദ്ദളവും കലാമണ്ഡലം വേണു മോഹൻ ചെണ്ടയും വായിക്കും. അതിനെ തുടർന്ന് മോഹൻലാലിൻ്റെ കലാസമിതിക്ക് ആദരവായി മോഹൻലാൽ ചിത്രങ്ങളിലെ അവിസ്മരണീയ ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന പിന്നണി ഗായകരുടെ സംഗീതാർച്ചന രാഗം മോഹന അരങ്ങേറും. എം ജി ശ്രീകുമാറിൻ്റെ ഗാനത്തോട് തുടങ്ങുന്ന രാഗം മോഹനത്തിൽ തുടർന്ന് ഗായിക സുജാത, സിതാര, മഞ്ജരി, ജ്യോത്സന, മൃദുല വാര്യർ, നിത്യ മാമൻ, സയനോര, രാജലക്ഷ്മി, റിമി ടോമി, നന്ദിനി, രഞ്ജിനി ജോസ്, ലക്ഷ്മി ഗോപാലസ്വാമി എന്നീ ഗായകരും ഗാനാർച്ചന നടത്തും. തുടർന്ന് മോഹൻലാലും ഗാനം ആലപിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകും. മോഹൻലാലിന് ആശംസ അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നായികമാരായി വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ അഭിനേത്രിമാരായ ശോഭന, മീന, ഉർവശി, മേനക, മാളവിക മോഹനൻ, രഞ്ജിനി, അംബിക എന്നിവരും ലാൽസലാമിൽ പങ്കെടുക്കും. കേരള സർക്കാരിന് വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം ഇതിനോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിക്കും. ആ പ്രശസ്തി പത്രത്തിലെ വാക്കുകൾ കവിത രൂപേണ ഗായിക ലക്ഷ്മിദാസ് അവിടെ ചൊല്ലുകയും ചെയ്യും. ചടങ്ങിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് 4:25 ഏതാണ്ടൊരു 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ശ്രാവണയുടെ സോളോ വയലിൻ പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായി ആദ്യം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നാളെ ഏതാണ്ട് 4:30 മണി മുതൽ 9 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി പറയാനുള്ളത്. ഒരുപക്ഷെ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച മോഹൻലാലിൻ്റെ പൂർണ്ണ സാന്നിധ്യത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അത്രമാത്രം പ്രാധാന്യത്തിലൂടെയാണ് ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളോട് വിശദീകരിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്.